അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ അൽ അസീസിൽ ഗഫ്ഫാർ മുകവ്വിരിൽ ലൈലി അലൻ നഹാർ തബ്സിറതൻ ലിഉലിൽ ഖുലൂബി വൽ അബ്സ്വാർ വതദ്കിറതൻ ലിദവിൽ അൽബാബി വൽ ഇഅ്തിബാർ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നേരത്തെ ജീവിച്ച് മരിച്ച് പിരിഞ്ഞുപോയ ഒരു മഹാന്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ വിപുലവും വിശാലവുമായ കുടുംബവൃത്തം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന മഹത്തായ മജ്ലിസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയൊരു അമല് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആ മഹാമനുഷ്യൻ്റെ ജീവിതം പരലോകത്ത് പ്രയോജനകരമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക. കുടുംബമെന്ന ആശയത്തെപ്പറ്റി, മൂല്യത്തെപ്പറ്റി സംസാരിക്കുക എന്നത് സ്വാഭാവികവുമാണ്, പ്രസക്തവുമാണ്. അത്തരമൊരു കാര്യമാണ് ഇതിൻ്റെ സംഘാടകർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ചുമതല ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പ്രയോജനകരമായ നിലയിൽ ഈ സംസാരം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബമായി ഒത്തുചേരുമ്പോൾ അതിൽ നമ്മൾ അറിയാതെ പ്രവേശിക്കാനിടയുള്ള ഒരു ജാഹിലിയത്തുണ്ട്. ഇത് കുടുംബസംഗമങ്ങളുടെ കാലമാണ്. പഴയ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി വലിയ കുടുംബങ്ങൾ, വലിയ കുടുംബസംഗമങ്ങൾ, നല്ല പണച്ചിലവുള്ള, ഹാവഭാവമുള്ള, കിട്ടും മട്ടുമുള്ള, വലിയ പന്തലുകളും ശബ്ദ വെളിച്ച സംവിധാനങ്ങളുമൊക്കെയുള്ള കുടുംബ മഹാസമ്മേളനങ്ങൾ വരെ ചേരുന്ന കാലമാണ്. അങ്ങനെ ചേരുമ്പോൾ ചിലപ്പോൾ ബോധപൂർവം തന്നെ കടത്തിക്കൊണ്ടുവരുന്ന, മറ്റു ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇബ്ലീസിന്റെ പിശാചിന്റെ സ്വാധീന ഫലമായി കടന്നു വരുന്ന ഒരു ജാഹിലിയത്തുണ്ട്. ആ ജാഹിലിയത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഫഖ്റാണ്. കുടുംബത്തെ ചൊല്ലിയുള്ള ഫഖ്ർ, കുടുംബമെന്ന മൂല്യത്തെ ചൊല്ലിയുള്ളതല്ല, കുടുംബമെന്ന ധാർമ്മിക സ്ഥാപനത്തെ ചൊല്ലിയുള്ളതല്ല, മറിച്ച് ഞങ്ങളുടെ കുടുംബം, ആ കുടുംബ വേര്, ആ കുടുംബത്തിൻ്റെ അസ്ല്, ആ കുടുംബത്തിൻ്റെ മഹിമ, അതൊക്കെ മറ്റുള്ളവരെക്കാൾ ഞങ്ങളായതിൻ്റെ പേരിൽ ഖൈറാണ് എന്ന ചിന്ത അത് ചിലപ്പോൾ കടന്നു വരും. അത് ഇബ്ലീസ് തുടക്കത്തിൽ പറഞ്ഞൊരു ചിന്തയാണ്. അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒറിജിനാലിറ്റിയാണ് എൻ്റെ മഹത്വം, എൻ്റെ വേരാണ് എൻ്റെ മഹത്വം, എൻ്റെ ചോരയാണ് എൻ്റെ മഹത്വം, എൻ്റെ ജീനാണ് എൻ്റെ മഹത്വം, എൻ്റെ വംശാവലിയാണ് എൻ്റെ മഹത്വം എന്നൊരാലോചന അത് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ഒരു താക്കീതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആനികമായ കുടുംബ വീക്ഷണമാണ് ഈ കുടുംബസംഗമത്തിൻ്റെ പ്രമേയമെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഖുർആനികമായ കുടുംബ വീക്ഷണം, കുടുംബ കാഴ്ചപ്പാട്, കുടുംബ മൂല്യം, കുടുംബധർമ്മചിന്ത ശരിയാകണമെങ്കിൽ കുടുംബത്തിന് കുടുംബമെന്ന കാരണം കൊണ്ട് മാത്രം പ്രത്യേകിച്ചൊരു മഹത്വവുമില്ല എന്ന് അംഗീകരിക്കണം. മഹാനായ ഉമർ ഖാദി പറഞ്ഞതുപോലെ യാ ഫാഖിറൻ നസബി ഐന തഫാഖുറു വആബാഉകും മിൻ ഖബ്ലു തീയം വനായരു. ഈ പതിപ്പ് മലയാളത്തിൽ പറഞ്ഞാൽ പ്രശ്നമുള്ള കാലം അവിടെ പറയുന്നില്ല. അതുകൊണ്ട് നസബിനെ ചൊല്ലിയുള്ള ഫഖ്ർ, കുടുംബത്തെ ചൊല്ലിയുള്ള മഹത്വവാദം, കുടുംബത്തെ ചൊല്ലിയുള്ള എന്താ പറയാ ഡംബുവാദം, വമ്പുവാദം, അതിന് വിലയില്ലടോ എന്നാണ് ഉമർ ഖാദിയുടെ കവിതാശകലത്തിൻ്റെ സാരം. ഡയറക്റ്റ് പരിഭാഷ ഞാൻ പറയുന്നില്ല. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാകുക? ആദ്യത്തെ കുടുംബം ഏതാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തെ വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ ഹാബീലിൻ്റെ കഥ പറയുന്നുണ്ട്. ആദം നബിയുടെ കുടുംബത്തിൽ അംഗമാണ് ഖാബീൽ. അതുകൊണ്ട് ഖാബീലിൻ്റെ തോന്നിയാസം പൊരുത്തപ്പെട്ടേക്ക് നല്ല തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കൈകൊണ്ട് പടച്ച് റബ്ബ് നേരിട്ട് റൂഹ് ഊതി
ഈ ഭൂമുഖത്തൊരു മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം. ആ ആദമിൻ്റെ പുന്നാര മോനെ വിമർശിക്കുന്ന ഭാഗം ഒരു കൊലയാളി എന്ന നിലക്ക്, ഒരു കൊലപ്പുള്ളി എന്ന നിലക്ക്, ഒരു ക്രിമിനൽ എന്ന നിലക്ക് ആദമിൻ്റെ ഒരു മകനെ വിമർശിക്കുന്ന ഭാഗമുള്ള ഗ്രന്ഥമാണ് നമ്മുടെ ഖുർആൻ. അത് വെച്ചിട്ട് വേണം കുടുംബം ചർച്ച ചെയ്യുമ്പോൾ മഹാത്മ്യ ചിന്ത എവിടെ വെക്കണം എന്ന് ചിന്തിക്കുവാൻ. അവ്വലുർ റുസുൽ എന്ന സവിശേഷ നാമമുള്ള ഏതാണ്ട് സഹസ്രാബ്ദക്കാലം ദീനീ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, സഹസ്രാബ്ദക്കാലം ദീനീ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നിന്റെ പൊന്നാരമോൻ അല്ലാന്ന. അപ്പൊ കുടുംബം ചേരുമ്പോൾ ആലോചിച്ചിട്ട് വേണം ചേരാൻ. എങ്ങനെയാണ് എൻ്റെ കുടുംബം ആകുന്നത്, എങ്ങനെയാണ് എൻ്റെ കുടുംബം മഹത്തായ കുടുംബമാകുന്നത് എന്നാലോചിക്കണം. ആ മോന്റെ കൈയും പിടിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നാണ് അല്ലാഹ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. കാരണം എന്താ? ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്. ചോരയിൽ നിന്റെ മകനാണെങ്കിലും അമലിൽ നിന്റെ മകനല്ല, സ്വാലിഹല്ല, ആള് കൊള്ളാവുന്നവനല്ല, കൊള്ളരുതാത്തവനാണ്. ഇപ്പൊ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊള്ളരുതാത്ത മകൻ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ കുടുംബത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ പച്ചക്ക് വിമർശിക്കപ്പെട്ട 2 ഇണകളുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും. അതാണല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നബിമാരുമായി ബന്ധപ്പെട്ട, റസൂലുമാരുമായി ബന്ധപ്പെട്ട 2 ഇണകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. ഒന്ന് ഇമ്രഅത്ത് നൂഹ്, മറ്റൊന്ന് ഇമ്രഅത്ത് ലൂത്ത്. വിശദമായി പറയുന്നില്ല, വിശദമായി പറയാനുള്ള സമയവിശാലതയില്ല. ഇപ്പൊ ഇമ്രഅത്ത് നൂഹ്, നൂഹിന്റെ ഭാര്യ, അത് മസലുല്ലദീന കഫറു, കുഫറിന്റെ ഉപമയാണ്. ആള് നൂഹിന്റെ കുടുംബത്തിന്റെ അകത്താണ്. ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ നിഷേധത്തിന്റെ, കുഫറിന്റെ ഉപമയാണ്. ഇമ്രഅത്ത് ലൂത്ത്, ലൂത്തിന്റെ ഭാര്യ, തുണ. കുടുംബപരമായി റസൂലിന്റെ, നബിയുടെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ കുടുംബവൃത്തത്തിന്റെ അകത്താണ്. പക്ഷേ ഉപമയിൽ കുഫറിന്റെ, സത്യനിഷേധത്തിന്റെ ഉപമയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തൊക്കെ പദവിയുണ്ട്, സ്ഥാനമുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ വഇദ് ഇബ്തലാ ഇബ്രാഹീമ ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. എല്ലാം പൂർത്തിയാക്കി എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയ സർവ പരീക്ഷണങ്ങളും കംപ്ലീറ്റ് ചെയ്ത്, കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് അല്ല, വിസ വന്നപ്പം മടങ്ങിപ്പോയിട്ടില്ല, കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. ആ കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന് ശേഷം ഇബ്രാഹിമിന് 2 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് ഖലീലുള്ളാഹ് എന്നതാണ്, മറ്റൊരു സർട്ടിഫിക്കറ്റ് ഇമാമുന്നാസ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്നൊരു സനത്, ജനനായകൻ എന്നൊരു സനത്. ഈ 2 സനതും സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടില്ല. കുടുംബത്തിന്റെ പുറത്തല്ലല്ലോ വാപ്പ. സ്വന്തം പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാറിന്റെ ദുആ നടത്താൻ, പാപമോചനത്തിന്റെ ദുആ നടത്താൻ
റബ്ബ് സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടില്ല. കുടുംബം ആദർശം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടാലേ അള്ളാഹുവിൻ്റെ ദീനിൽ കുടുംബമായി അംഗീകരിക്കപ്പെടുന്നുള്ളൂ എന്ന തത്വമാണ് ഞാൻ നിങ്ങളെ ഈ ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് ഹബീബുല്ലാഹ് അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ പേരെടുത്ത് ശപിക്കാൻ അള്ളാഹു ഉത്തരവിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തിയെ പേരെടുത്ത് ശപിക്കാൻ അള്ളാഹു ഉത്തരവിട്ടിട്ടുണ്ടോ? ഉണ്ട്. അതാരാ? അബൂലഹബ്, നബിയുടെ ആരാ? എളാപ്പ. അതവിടെ നിൽക്കുന്നുണ്ടോ ആ ശാപവാക്ക്? ഇല്ല, അത് ഖുർആനിന്റെ ഭാഗമാവുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് തങ്ങൾ എന്നല്ലേ യഥാർത്ഥത്തിൽ പറയേണ്ടത്? റസൂലിന്റെ കുടുംബത്തിന്റെ അകത്തല്ലേ? അപ്പൊ ഈ ഉദാഹരണങ്ങളിൽ ഞാൻ എന്തിനാ പറഞ്ഞത്? ഇത് ഖുർആൻ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളാണ്, പേരെടുത്ത് പറഞ്ഞത്. നമ്മളാണെങ്കിൽ പേരെടുത്ത് പറയാതിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മിണ്ടണ്ട, ഇത് മിണ്ടണ്ട, അത് പറയണ്ട, ഇത് പറയണ്ട എന്ന് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഖുർആൻ ഇതൊക്കെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഖുർആൻ ഇതൊക്കെ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ വലിയ പണ്ഡിതന്മാർ വേദിയിലും സദസ്സിലൊക്കെ ഉണ്ട്, അവരൊക്കെ വിചാരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നത്, അങ്ങനെ ശൈത്താനിയത്തായ ഒരു കുടുംബ സങ്കല്പം അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മറിച്ച് മൂല്യം, ആദർശം, തഖ്വ, വിശ്വാസം, ഈമാന്, ഇസ്ലാം, സ്വലാത്ത്, സകാത്ത്, സൗമ്, ഹജ്ജ്, ഉംറ, ദിക്ർ, ദുആ, ഇതുമായിട്ട് നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് എൻ്റെ മകൻ എൻ്റെ മകനാകുന്നത്, എൻ്റെ വാപ്പ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയാകുന്നത്, എൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ അർഹനായി തീരുന്നത്, എൻ്റെ ഇണ എൻ്റെ ഇണയായി മാറുന്നത്, എൻ്റെ മകൾ എൻ്റെ മകൻ എൻ്റെ മകളും മകനുമായി മാറുന്നത്, എൻ്റെ അഹ് എൻ്റെ ഉഖ്ത്ത് എൻ്റെ യഥാർത്ഥ അഹും ഉഖ്ത്തും സഹോദരനും സഹോദരിയുമായി മാറുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നന്നായി ഒന്ന് നോക്കണം, എൻ്റെ മകൻ തന്നെയായി വളരുന്നുണ്ടോ എന്ന്. ഓരോരുത്തരും ഒന്ന് നന്നായി ശ്രദ്ധിക്കണം, എൻ്റെ ഇണ തന്നെ ആയിട്ടാണോ ഒപ്പമുള്ളത് എന്ന്. ഓരോരുത്തരും ഒന്ന് കണ്ണു തുറന്ന് നോക്കണം, കാതു തുറന്ന് കേൾക്കണം, എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും ഒക്കെ ശബ്ദം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണരേണ്ട ശബ്ദമായിട്ട് തന്നെയാണോ വരുന്നത് എന്ന്. അതാണ് ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഒന്ന് രണ്ട് ആയത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഞെട്ടൻ്റെ ആയത്തുകളാണ്. പലതും കേട്ടാൽ നമ്മൾ ഞെട്ടുമല്ലോ. പക്ഷെ ഖുർആനിൽ പലതും കേട്ടിട്ട് നമ്മൾ ഞെട്ടാറില്ല. ഖുർആനിലെ പലതും പാരായണം ചെയ്തിട്ട് നമ്മൾ ഞെട്ടാറില്ല. ഞെട്ടേണ്ടത് ഓതുമ്പോഴും നമ്മൾ നിർവികാരരാണ്. കണ്ണീരൊലിക്കേണ്ടത് ഓതുമ്പോഴും നമ്മൾ നിർവികാരരാണ്. ബേജാറാവേണ്ടത് ഓതുമ്പോഴൊക്കെ നമ്മൾ നിർവികാരരാണ്. ഒരു ഓതി തീർക്കുക എന്നാ പറയാ. കത്തം തീർക്കലാണല്ലോ. എന്നാൽ കുടുംബ സംഗമത്തിൽ വെച്ചുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, ഞെട്ടേണ്ട ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത് കേട്ടോ. കാഫിരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടല്ല, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാവും. അപ്പം നമ്മളോട് തന്നെയാണ്, നമ്മളെ നേരെയാക്കാൻ തന്നെയാണ്, നമ്മളെ ശ്രദ്ധ കവരാൻ വേണ്ടി തന്നെയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ അസ്വാജിൽ ഇണകളിൽ, നിങ്ങളുടെ ഔലാദിൽ മക്കളിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട്. അപ്പോ ഈ കുടുംബ സംഗമം എന്താ ഉറപ്പുവരുത്തേണ്ടത്? ചെമ്പരിക്ക അബ്ദുൽ ഖാദിർ മുസല്ലിയാർ
ചേർക്കളം അബ്ദുൽ ഖാദർ മുസല്ലിയാർ കുടുംബ സംഗമം എന്താ ഉറപ്പുവരുത്തേണ്ടത്? അതില്ല. കാത്തുകൊള്ളണം, ശ്രദ്ധിച്ചുകൊള്ളണം, ജാഗ്രത ആയിക്കൊള്ളണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ശത്രുവില്ല, എൻ്റെ ഇണകളിൽ എൻ്റെ ശത്രുവില്ല. ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ ശത്രുവല്ല. വാപ്പക്ക് മക്കൾ, മക്കൾക്ക് വാപ്പ ശത്രുവല്ല എന്ന് ഉറപ്പുവരുത്തണം, കരുതണം, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. ഇതെന്ത് ശത്രുവാ, ഇതെന്ത് ശത്രുവാണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ആദ്യം കുറച്ച് മിസാലുകൾ, ഉപമകൾ, ചരിത്രപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചത്. ഞാൻ നമസ്കരിക്കുന്നു, എൻ്റെ മകൻ അതിന് കൂട്ടാക്കുന്നില്ല. ഞാൻ സുബഹിക്ക് ഉണരുന്നു, എൻ്റെ ഇണ ഒപ്പം ഉണരാൻ ഒരുക്കമല്ല. ഞാൻ ഹലാല് മാത്രം മതി എന്ന് കരുതുന്നു. പട്ടിണി കിടന്നാലും ഹലാല് മതി, വിദ്യാഭ്യാസം മുടങ്ങിയാലും ഹലാല് മതി, കച്ചവടം പൊട്ടിയാലും ഹലാല് മതി, വീടൽപ്പം ഇടുങ്ങിയാലും ഹലാല് മതി, വാഹനം മോഡിഫിക്കേറ്റഡ് അല്ലെങ്കിലും ഹലാല് മതി, ആഘോഷങ്ങളും കല്യാണങ്ങളും ഇത്തിരി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോയാലും ഗമ കുറഞ്ഞാലും ഹലാല് മതി എന്ന് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപവിഭാഗങ്ങളും അവരുടെ തലവന്മാരും തീരുമാനിക്കുമോ? അത് പിന്നെ ഓൻ എങ്ങനെയാ പറയുന്നത്? ഞാൻ എന്താക്കുക? പല കല്യാണങ്ങളിലും ഹറാമായ കാര്യങ്ങൾ വരുമ്പോൾ വാപ്പാനെ പോയി കണ്ടാൽ പറയും, മോനും കൂട്ടുകാരും തീരുമാനിച്ചതാണ്, ഞാൻ എന്താക്കാൻ? മോനും കൂട്ടുകാരും കൂടി തീരുമാനിച്ചതിന്റെ മുന്നിൽ ഞാൻ എന്താക്കാനാണെന്ന് ചോദിക്കാൻ ഒരു വാപ്പ വേണം. അതിന്റെ പേരാ വാപ്പ. മോളും കൂട്ടുകാരികളോടും അങ്ങനെയാ പറയുന്നത്. എനിക്കൊന്നും പറ്റില്ല എന്ന് പറയാൻ ഒരു ഉമ്മ വേണോ? അതിന്റെ പേരാ ഉമ്മ. കുടുംബവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മളിപ്പോൾ മുഖ്യമന്ത്രി നമ്മൾ തിരഞ്ഞെടുത്തതാ, പ്രധാനമന്ത്രിനെ നമ്മൾ തന്നെയാ തിരഞ്ഞെടുക്കൽ, അന്താരാഷ്ട്ര വേദിയായ UNO-വിന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും നമ്മളാ തിരഞ്ഞെടുക്കൽ. പക്ഷെ കുടുംബത്തലവനെ അള്ളാഹ് നിശ്ചയിച്ചതാ. പലർക്കും തിരിയാത്തൊരു കാര്യമാണത്. വിമർശകർ തെറ്റായി നിരൂപണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അള്ളാഹ് നിശ്ചയിച്ചതാ, കുടുംബത്തലവനെ അള്ളാഹ് നിശ്ചയിച്ചതാ. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا. പണം ചെലവഴിച്ചാൽ പോലെ ഭരണവും നടത്തണം, പണം ചെലവഴിച്ചാൽ പോലെ ഭരണവും നടത്തണം. ഫളുണ്ട് എന്ന് കരുതി, ഞങ്ങളുടെ നാട്ടിലെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ബടാപ്പുറത്തിരുന്നാൽ പോരാ. കാസർഗോഡ് പണ്ട് ബടാപ്പുറമുണ്ടോ എനിക്കറിയില്ല, ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ബടാപ്പുറമുണ്ട്, അതാണ് കുടുംബനാഥൻ്റെ ഇരിപ്പിടം. ബടാപ്പുറത്തിരുന്നാൽ പോരാ, ഭരിക്കണം. ഇപ്പോൾ പല കുടുംബങ്ങളിലും ഭരണമില്ല. ഭരണമില്ലാത്ത കുടുംബങ്ങളിലാണ് കല്യാണങ്ങളിലെ താന്തോന്നിത്തങ്ങൾ നടക്കുന്നത്. കല്യാണത്തിൽ 10% ദീനുള്ളൂ. അതെന്താ? കാളിയാറെ കൊണ്ടുവരിക, കുത്തിരിപ്പിക്കുക, അറബി ചൊല്ലുക, കൈപിടിപ്പിക്കുക. ബാക്കി 90% അവനവനിസമാണ്. ഈ അവനവനിസങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കുട്ടികളാണ്. വലിയോരോ ഞാനെന്താക്കുവനാന്നും പറഞ്ഞ്, ഞങ്ങളെ ഭാഷ എവിടെ എനിക്കറിയാം എന്താണ്, പിറകിലാണ്. ഫളിലുള്ളത് കൊണ്ടും ഇൻഫാഖുള്ളത് കൊണ്ടും മഹത്വം അല്ലാഹു തന്നെ കൽപ്പിച്ചരുളിയത് കൊണ്ടും ചെലവഴിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തത് കൊണ്ടും കുടുംബത്തെ ഭരിക്കുക എന്ന ചുമതല കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള പുരുഷനെ, ആൺകുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭരണ ചുമതല അപ്പോയിന്റഡ് ആയിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഉത്തരവായിട്ട് നൽകിയതാണ്. അതിനൊക്കെയുള്ള കളിക്കേണ്ടതില്ലാരും. ആ ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ? ആ ഉത്തരവ് നടപ്പിലാക്കാതിരുന്നാൽ
യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. തൊട്ടുടനെ വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. പണം കൂടി ഫിത്നയാണ്. കാസോട് നല്ലോണം കാശുണ്ട്, കുട്ടികൾ ജോറായി, ഫിത്നയാണ്. ഈ ഫിത്ന എന്നതിന് പരീക്ഷണം എന്നാണ് അർത്ഥമെങ്കിൽ രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിടാൻ പറ്റും. ശരിയായ അർത്ഥത്തിലേക്ക് തിരിച്ചുവിട്ടാൽ നമുക്ക് ഖൈർ കിട്ടും, തെറ്റായ അർത്ഥത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ഷർറ് കുമിഞ്ഞുകൂടും. അതുകൊണ്ട് ദീനിന്റെ അടയാളം, ദീനിന്റെ ഷിആറുകൾ, ദീനിന്റെ നനവ്, ദീനിന്റെ പൊലിവ്, ദീനിന്റെ മണം, ദീനിന്റെ ഗുണം നമ്മുടെ കുടുംബത്തിലെ ഓരോ മുക്കിലും മൂലയിലും കാണുമ്പോൾ മാത്രമേ കുടുംബം ദീനിയാകുന്നുള്ളൂ. കുടുംബത്തലവൻ ഹാജിയാരാണ്, കുടുംബത്തലവൻ മൊയ്ലിയാരാണ്, കുടുംബത്തലവൻ കാളിയാരാണ് എന്ന പ്രസ്താവന കൊണ്ടല്ല കുടുംബം ദീനിയാവുക. ഇന്ന് വർത്തമാന കാലത്ത് ഈ കുടുംബത്തിൻ്റെ ഓരോ ഉപവൃക്ഷങ്ങളിലും, ഈ കുടുംബം പടർന്ന് പന്തലിച്ചുണ്ടായ ഓരോ വീടകങ്ങളിലും, മക്കളിലും മരുമക്കളിലും പേരമക്കളിലും ദീനിയായ ഷിആറ് കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇസ്ലാമികമായ വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇത് പ്രഭാഷണം കൊണ്ട് നടക്കൂല, മാതൃകകൾ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഖാലിദ് മൂസ എന്ന ഞാൻ ഇവിടെ വെച്ചിത് സംസാരിക്കുമ്പോൾ ഞാനെന്തോ വലിയ ആളാകുകയാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല. എന്നോട് തന്നെയാണ് പറയുന്നത് എന്ന് ധരിച്ചാൽ മതി. സുബഹിക്ക് കാലത്ത് എഴുന്നേൽക്കണം എന്ന ഒരു പ്രഭാഷണം കൊണ്ട് ഒരു വീട്ടിൽ സുബഹി നിസ്കാരം ഉണ്ടാവില്ല. സുബഹിക്കുണരുന്ന രക്ഷിതാവുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. എന്നെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നേരത്തെ അബ്ദുൽ ഖാദർ മുസലിയാരെ കുറിച്ച് ഇവിടെ പറയപ്പെട്ടതുപോലെ എൻ്റെ ഉപ്പ എൻ്റെ കാര്യത്തിൽ ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഒരു ദിവസം എന്നെ സുബഹിക്ക് ഉറങ്ങാൻ എൻ്റെ ഉപ്പ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പല മക്കളെയും സുബഹിക്ക് ഉറങ്ങാൻ അനുവദിക്കുന്നവരാണ് ഉപ്പമാർ. സ്നേഹപൂർവ്വമാണ് അത് അനുവദിക്കുന്നത്. ആ രസം, സ്നേഹപൂർവം, ബഹുമാനപൂർവം, ആദരവോടെ ഉറങ്ങിക്കോട്ടെ. ഞാൻ ഒറ്റ ഉദാഹരണം പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ മാതൃകൾ കൊണ്ട് മാത്രമേ, സുബഹിക്കുണരാത്ത പിതാവിന് സുബഹിക്കുണരുന്ന മക്കൾ ഉണ്ടാവില്ല, സുബഹിക്കുണരാത്ത ഉമ്മാക്ക് സുബഹിക്കുണരുന്ന മക്കൾ ഉണ്ടാവില്ല, ഖുർആൻ നിവർത്താത്ത ഉമ്മ ഉപ്പമാർക്ക് ഖുർആൻ നിവർത്തുന്ന മക്കൾ ഉണ്ടാവില്ല. ഹറാമായ കാര്യങ്ങൾ സമ്പാദിച്ച് വീട് വലുതാക്കുകയോ കല്യാണം ചോറാക്കുകയോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിശ ഇടപാടിൽ കുടുങ്ങിക്കിടക്കുന്ന ഉപ്പ ഉമ്മമാർക്ക് ഹലാല് മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന മക്കൾ ഉണ്ടാവുക അത്ര എളുപ്പമല്ല. ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പിൻവലിച്ചിട്ടോ. സംഗതി ഇത്ര ബുദ്ധിമുട്ടും. ചിലപ്പം മക്കൾ അവരെയൊക്കെ മറികടന്ന് വരുമെന്നുള്ള മറുവശത്തെ ഞാനിവിടെ വിസ്മരിക്കുന്നേയില്ല. മാതൃകകളിലൂടെ മാത്രമേ തർബിയത്തുള്ളൂ, മാതൃകകളിലൂടെ മാത്രമേ തസ്കിയത്തുള്ളൂ. അത് സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ്. ഉസ്താദുമാരുടെ പ്രസംഗം കൊണ്ട് മാത്രം നല്ല കുട്ടികൾ ഉണ്ടാവില്ല, വാർഡന്മാരുടെ നിരന്തരമായ സ്റ്റഡി ക്ലാസ് കൊണ്ട് മാത്രം നല്ല കുട്ടികൾ ഉണ്ടാവില്ല. അപ്പം മാതൃക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെടുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എടുക്കപ്പെടുകയാണ്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ചിന്ത ഈ കുടുംബ സംഗമം ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു പിതാവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഖുർആൻ. എത്ര ആള് അത് ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു നബി അല്ല, ഒരു പിതാവ് എന്ന നിലക്ക് മാത്രമാണ് ആ പരിചയപ്പെടുത്തൽ. ലുഖ്മാൻ ഒരു പിതാവ് എന്ന നിലക്കാണ് പരിചയപ്പെടുത്തിയത്. ആ പിതാവ് 7 കാര്യങ്ങൾ നിർവഹിച്ചു എന്നാണ് സൂറത്തുൽ ലുഖ്മാൻ നമ്മോട് പറയുന്നത്. ആ 7 കാര്യങ്ങളിൽ ഒന്നെന്താ?
മകൻ്റെ അഖീദ ശരിയാക്കണം എന്ന് പിതാവിന് സ്വന്തം നിലക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പിതാവെന്ന നിലക്ക് മകൻ്റെ അഖീദ ശരിയാക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ പരിഗണന. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. രണ്ടാമത്തത് മാതാപിതാക്കളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ മക്കളോട് അത് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അത് പറഞ്ഞിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിക്കണം. അതെന്താ അറിയോ, അള്ളാന്റെ മാർഗത്തിലാണ് ഞാനെങ്കിലേ എന്നെ അനുസരിക്കണ്ടു. ശരിക്ക് കാതിൽ അലക്കണം കേട്ടോ. ഞാൻ എൻ്റെ മക്കളോടത് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ മക്കളോടത് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഉപ്പമാർ അങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉപ്പാക്കും ഉമ്മാക്കുമുള്ള അനുസരണത്തെ കുറിച്ച് മാത്രമല്ല ഖുർആനിലുള്ളത്, ഉപ്പാക്കും ഉമ്മാക്കുമുള്ള അനുസരണക്കേടിനെ കുറിച്ചും ഖുർആനിലുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കുമുള്ള അനുസരണത്തെക്കുറിച്ചും അതറിയാം, അതുകൊണ്ടായി വിശദമായി പറയുന്നില്ല. ഉപ്പാക്കും ഉമ്മാക്കുമുള്ള അനുസരണക്കേടിനെ കുറിച്ചും ചിന്തിച്ചാലാണ് കുടുംബം ഇസ്ലാമികമായ കുടുംബമാവുക. അനുസരണം വളരെ പ്രധാനമാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ തൊട്ടുടനെ പറയുന്നത് മാതാപിതാക്കൾക്കുള്ള ഇഹ്സാനാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, മാതാപിതാക്കൾക്കുള്ള ഇഹ്സാൻ, നന്മ. ശിർക്കിനെ കുറിച്ച് പറഞ്ഞ ഉടനെ വലിയ പാപമായിട്ടുണ്ടെന്ന് ദുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ശല്യം ചെയ്യലാണ്. ശിർക്ക് മഹാപാപം, വൻ പാപം, വൻ കുറ്റം. ദുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ശല്യം ചെയ്യൽ വൻ കുറ്റം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഖുർആൻ പറയുന്നു, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. അല്ലാഹുവിനെതിരിൽ, തൗഹീദിനെതിരിൽ, സുന്നത്തിനെതിരിൽ, പടച്ചോനുമായി ബന്ധപ്പെട്ട കടപ്പാടിനെതിരിൽ, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വഴക്കത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്യാൻ, വല്ലതും സമ്പാദിക്കാൻ, വല്ലതും സ്വന്തമാക്കാൻ, വല്ല കേസും വാദിക്കാൻ, വല്ലയിടത്തും സാക്ഷി പറയാൻ, വല്ല ഇടപാടിലും ഇടപെടാൻ, വല്ല കേസിലും മദ്യം പറയാൻ, അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്കുള്ള വഴക്കത്തിനും അള്ളാഹ്ക്കുള്ള വിധേയത്വത്തിനും അള്ളാഹ്ക്കുള്ള ഇബാദത്തിനും വിരുദ്ധമായിട്ട് ഒരു ചുമതലയും ഒരു ഉത്തരവാദിത്തവും ഒരു കടമയും ഒരു കടപ്പാടും എന്നിൽ നിന്ന് നിനക്കില്ല മോനെ, എന്നിൽ നിന്ന് നിനക്കില്ല മോളെ എന്ന് പറയാനും കൂടി കഴിഞ്ഞ ആളാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമതായി വളർത്തിയത് പരലോക ചിന്തയാണ്. മൂന്നാമതായി വളർത്തിയത് പരലോക ചിന്തയാണ്. എഞ്ചിനീയർ, ഡോക്ടർ, IT മാനേജർ, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ എൻ്റെ മക്കളെ എത്തിക്കാൻ വ്യാപകമാണ്. പക്ഷെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂന്നാമത്തെ കാഴ്ചപ്പാട് എൻ്റെ മക്കളിൽ പരലോക ചിന്ത ആഴത്തിൽ വേരൂന്നണമെന്നുള്ളതാണ്. നാലാമത് സംസാരിച്ചത് നമസ്കാരത്തെക്കുറിച്ചാണ്. ഈ നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഓർക്കുക എന്നല്ലാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ തൊട്ടുടനെയാണല്ലോ നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. വീട് വെക്കുന്നതിന് മുമ്പ്, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരുഭൂമിയിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിലുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നടത്തിയോ, അഥവാ നടത്താനുള്ള അർഹതയുള്ളവരാണോ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത്? അതെന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. വീട് വെക്കുന്നതിന് മുമ്പാണ്, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചോനെ, ഞാനും എൻ്റെ മക്കളും
മുഖീമുസ്സലാകണം, നമസ്കാരത്തിൽ ഇഖാമത്തുള്ളവരാകണം. ഒരു ഏർപ്പാട് നമസ്കാരം നല്ലത് കേട്ടോ. വിശദാംശത്തിലേക്ക് പോയാൽ സമയം നഷ്ടപ്പെടും. മുഖീമുസ്സല, നമസ്കാരം എന്ന് പറയുന്ന ആ സിസ്റ്റത്തോട്, ആ സംവിധാനത്തോട്, ആ വ്യവസ്ഥയോടുള്ള ആഭിമുഖ്യം എൻ്റെ കുടുംബത്തിനുണ്ടെങ്കിൽ അതാണ് കുടുംബം ഇസ്ലാമികമാകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. ഇതും ലുഖ്മാന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ്. അഞ്ചാമത്തത് ദീനീ പ്രവർത്തനങ്ങളിൽ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നതാണ്. പല ദീനീ പ്രവർത്തകരായി പ്രായമാകുന്നതിനിടയിൽ എൻ്റെ മക്കൾ അതിൽ വേണ്ട എന്ന് തീരുമാനിച്ചവരാണ്. പക്ഷെ അംറും ബിൽ മാറൂഫ് നഹിയും അനിൽ മുങ്കർ എന്ന ദീനീ പ്രവർത്തന ഉത്തരവാദിത്വത്തിൽ മകനെ നീ ഉണ്ടാവണം എന്നതാണ് അഞ്ചാമത്തെ ഉപദേശം. ആറാമത്തേത് സഹനശക്തിയെക്കുറിച്ചാണ്. ആണിനും പെണ്ണിനും സഹനശക്തി വേണം. പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കണം. ദാരിദ്ര്യത്തെ ഉൾക്കൊള്ളണം. ലാളിത്യത്തെ സ്വീകരിക്കണം. ഈ ദുനിയാവ് അടിച്ചേൽപ്പിക്കുന്ന വേണ്ടാദീനങ്ങളോട് എതിര് പറയാനുള്ള ശക്തി വേണം. അപ്പുറത്തെ കല്യാണം അങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെത് ഇങ്ങനെയായിരിക്കണം. അപ്പുറത്തെ വാഹനം അങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെത് ഇങ്ങനെയായിരിക്കണം. അപ്പുറത്തെ വീട് അങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെത് ഇങ്ങനെയായിരിക്കണം. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട സഹനശക്തിക്ക് പകരം നാടോടുമ്പോൾ നടുവ ഓടുക എന്ന് പറയുന്ന ഒഴുക്കൻ മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനാണ് ലിബറലിസം എന്ന് പറയുക. കല്യാണത്തിൽ, ലൈംഗികതയിൽ, വിനോദത്തിൽ, ആനന്ദത്തിൽ, ആഘോഷത്തിൽ ഒക്കെ ലിബറലിസം പിടിമുറുക്കുകയും ഇസ്ലാം ചില ലഫ്ളുകളും ചില അക്ഷരങ്ങളും ചില മൊഴികളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ സഹനശക്തി എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ഏഴാമത്തെ കാര്യം ജനബന്ധം വേണമെന്നുള്ളതാണ്. അടഞ്ഞ ഗേറ്റിനുള്ളിൽ, അടഞ്ഞ വാതിലിൻ്റെ ഉള്ളിൽ, ഏതോ മൂലയിൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമായി അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന മകനല്ല. വലാ തുസയ്യിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് മുഖം തിരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹ, ഞാനാരാ IT ഭീമൻ എന്ന നിലയ്ക്ക് ധിക്കാരിയായി നടക്കരുത്. ജനങ്ങളുടെ മുഖത്ത് നോക്കുകയും പുഞ്ചിരിക്കുകയും ഇടം വലം കയറി ഇറങ്ങുകയും സലാം പറയുന്നത് കേൾക്കുകയും വൃത്തിക്ക് മടക്കുകയും പെരുന്നാളിനും നോമ്പിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും കുശലങ്ങൾ അറിയുകയും രോഗികൾ നാട്ടിലുണ്ടെങ്കിൽ അത് അറിയുകയും മരിച്ച വീട്ടിൽ പോവുകയും ഇങ്ങനെ ജനബന്ധമുള്ള മക്കളായിരിക്കണം, കുടുംബമായിരിക്കണം. ഈ 7 പോയിന്റ് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആനൊരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. സഹോദരന്മാരെ, അതിമനോഹരമായ ഒരായത്ത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമെന്ന്, ഹൃദയത്തിൽ ഏറ്റവും കുളിർമ ഉണ്ടാക്കുന്നത് എന്ന്, എന്നാൽ മറുവശം സംഭവിച്ചാൽ ബേജാറുണ്ടാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരായത്ത് സൂറത്തു റഅദിലുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മഹാനായ അബ്ദുൽ ഖാദിർ സാഹിബ് സ്വർഗത്തിൻ്റെ പൂമുഖത്തിരിക്കുമ്പോൾ അതാ ആ കുടുംബത്തിൽപ്പെട്ട മക്കൾ അണിയണിയായി, ആ കുടുംബത്തിൻ്റെ ഭാഗമായ ഇണകൾ അണിയണിയായി, ആ കുടുംബത്തിൻ്റെ ഭാഗമായ പേരമക്കൾ അണിയണിയായി, ആ കുടുംബത്തിൻ്റെ ഭാഗമായ മരുമക്കൾ അണിയണിയായി അദ്ദേഹം സ്വർഗത്തിൻ്റെ ഭൂമുഖത്തിരിക്കുമ്പോൾ ആ സ്വർഗീയ വാതിലിനെ കൊള്ള തന്നെ നടന്നെടുക്കുകയാണ്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അവരെ അഭിവാദ്യം ചെയ്യുവാനും അവരെ സ്വീകരിക്കുവാനും അവർക്ക് ആമോദ വാക്കുകൾ കേൾപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ മലക്കുകളും ഒപ്പം ചേരുകയാണ്. ഇങ്ങനെയുള്ള ചില കുടുംബങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ചില വീടുകളുണ്ട്, ഇങ്ങനെ മഹാഭാഗ്യം സിദ്ധിച്ച ചില കുടുംബനാഥന്മാരുണ്ട്. അത്തരം മഹാഭാഗ്യം സിദ്ധിച്ച വീടാകുവാൻ, അത്തരം മഹാഭാഗ്യം സിദ്ധിച്ച ഒരു കുടുംബനാഥനാവുവാൻ, ഒരു കുടുംബനായികയാകുവാൻ അബ്ദുൽ ഖാദിർ സാഹിബിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതിനുള്ള ഗ്യാരണ്ടിയായി ഈ കുടുംബം മാറട്ടെ, ഈ കുടുംബ സംഗമം മാറട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ കുടുംബത്തിനും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ കുടുംബത്തിൽപ്പെടാത്ത പല കുടുംബത്തിലും പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ട്. അവരുടെ എല്ലാം കുടുംബത്തിന് മാതാപിതാക്കളും മക്കളും ഇണകളും തുണകളും ജ്യേഷ്ഠന്മാരും അനുജന്മാരും ആങ്ങളമാരും പെങ്ങന്മാരും ഒരുമിച്ചൊരുമിച്ച് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുക എന്ന് പറയുന്ന വലിയ സൗഭാഗ്യമുണ്ടല്ലോ. അത്തരമൊരു സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന ഖുർആൻ സൂക്തത്തെക്കാൾ മനോഹരമായ മറ്റൊരു സൂക്തമുണ്ടോ? അത്തരമൊരു മഹാസൗഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലിനേക്കാൾ സൗന്ദര്യവും ആകർഷകത്വവുമുള്ള മറ്റൊരോർമ്മപ്പെടുത്തലുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ പരാമർശിച്ച വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് കൂടി കേൾപ്പിക്കുകയാണ്. അതെന്താ? അനസ് ബിൻ മാലിക്കിൻ്റെ ഹദീസാണ്. യഅ്തി അലന്നാസി സമാനുൻ, ഒരു കാലം വരും, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, അക്കാലത്ത് ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കൽ ഖാബിൽ അലൽ ജംർ, തീക്കട്ട പിടിക്കുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ആ കാലത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ താക്കീത്, ഈ മുന്നറിയിപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കിതാബിലൂടെ റസൂൽ വരച്ച വഴിയിലൂടെ നല്ല കുടുംബമായി ജീവിച്ച് നാളെ പരലോകത്തും ഇമ്പമുള്ള കുടുംബമായി തിരിച്ചെത്താൻ, സ്വർഗം പൂക്കുന്ന കുടുംബം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. സ്വർഗം പൂക്കുന്ന കുടുംബമാണ് ദുനിയാവിലെങ്കിൽ നമ്മുടെ കുടുംബം നാളെ സ്വർഗത്തിലും പൂക്കും. ദുനിയാവിൽ നമ്മുടെ വീട് സ്വർഗം പൂക്കുന്ന കുടുംബമുള്ള വീടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നാളെ നമ്മുടെ കുടുംബം പൂക്കും, നമ്മുടെ കുടുംബം വിടരും, നമ്മുടെ കുടുംബം കായ്ക്കും. അങ്ങനെ സ്വർഗത്തിൽ വിടരുന്ന, സ്വർഗത്തിൽ പൂക്കുന്ന, സ്വർഗത്തിൽ വിടരുന്ന കുടുംബമായി, കായ്ക്കുന്ന കുടുംബമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് വരും. ഒരുപാട് കുടുംബനാഥന്മാർ ഈ കുടുംബത്തിൽ നിന്ന് വരും. ഒരുപാട് കുടുംബനായികമാർ ഈ കുടുംബത്തിൽ നിന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ദീനിയായ കുടുംബത്തിൻ്റെ ലീഡർമാരാകാൻ, ദീനിയായ കുടുംബത്തിൻ്റെ നായകന്മാരും നായികമാരുമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് പിരിഞ്ഞുപോയ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയും ഇവിടെ അലതല്ലുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം നന്മയിൽ നിന്നൊരംശം, നമ്മുടെ എല്ലാം ഖൈറിൽ നിന്നൊരംശം അദ്ദേഹത്തിനും കൂടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം നടന്ന വഴി വരച്ച വര, അദ്ദേഹം വിട്ടേച്ചു പോയ ദീനിയായ മഹത്വം, അതിനനന്തരമെടുക്കുവാനുള്ള മഹാസൗഭാഗ്യം ഈ കുടുംബം ഈ ദുനിയാവിൽ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വനുസല്ലി അലാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.